ഹീലോ ഇപ്പോൾ നാളെ വിജയദശമി ആയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ നിൽക്കട്ടെ. ആ കുട്ടൻ്റെ പണിസാധനങ്ങൾ വെക്കാനാണ് ഞങ്ങൾ പോണത്. അപ്പം ഞാനും കുട്ടനും നമ്മളെ കുട്ടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ പണിസാധനങ്ങളൊന്നും വെക്കണില്ല. ആകെ 3 പണിസാധനം മാത്രമേ വെക്കിട്ടുള്ളൂ. അതിൽ 2 പണിസാധനം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടാ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടൻ്റെ കയ്യിൽ കുട്ടിയുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കുട്ടനെ അതാ മണ്ടിക്കൊണ്ടിരിക്കണത്. എന്താണെന്ന് വെച്ചാൽ നല്ല നേരെ വൈകിയാണ്, അതുകൊണ്ടാട്ടാ. മണ്ടി താഴ്ന്നിട്ട് ബാക്കിൽ തന്നെ എത്തിയിട്ടാ. അല്ല ഞാൻ വീഡിയോ എടുക്കാറുണ്ടപ്പോൾ എൻ്റെ ബാക്കിൽ വന്നാണ്. പിന്നെ അതാ കുട്ടൻ മണ്ടാണ്. അപ്പം ഞാനും പിന്നാലെ മണ്ടി. അങ്ങനെ ഞങ്ങൾ മണ്ടി ഇതാ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അപ്പം നമ്മളിവിടുത്തെ അമ്പലം. നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോരാനേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളെ വിജയദശമി ആയിട്ട് കുട്ടികളൊക്കെ ഇതാ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതാണ് അപ്പൊ നമ്മളെ പൂജാരി നമ്മളെ കുട്ടികളെ ബുക്ക് പൂജിച്ചോണ്ടിരിക്കുകയാണ്. ഇതാ നമ്മളെ കുട്ടനും കുട്ടിയും നല്ല പ്രാർത്ഥനയിലാണ്. എന്താന്നറിയില്ല, എന്തായാലും ദൈവത്തെ നല്ല വെറുപ്പിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങള് പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിതാ ഇറങ്ങാൻ നോക്കുമ്പോ പ്രസാദം കിട്ടിയിട്ടാ. അവിലാണ് കിട്ടിയത് പ്രസാദമായിട്ട്. അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി. ഇതാണ് അപ്പോൾ നമ്മളിവിടുത്തെ കുട്ടി പട്ടാളങ്ങൾ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും 4 വഴിക്ക് ഓടുന്ന പ്രതീക്ഷിച്ച്, പക്ഷെ ആർക്കും ഒരു കുലുക്കല്ല കേട്ടാ. എല്ലാവരും ഇതാ നമ്മളെ ഇച്ചാപ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളെ വീടിൻ്റെ അവിടെ ഉള്ളത് തന്നെ കേട്ടാ. അപ്പം എല്ലാവരും കൂടിയാണ് നമ്മൾ പോണത്. അപ്പം ഇച്ചാപ്പിനെ എല്ലാവരും മാറി എടുത്ത് നമ്മൾ ഇതാ വീടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വിജയദശമി ആശംസകൾ. എല്ലാവരും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഞങ്ങൾ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരണതാണ്. അപ്പം ഇച്ചാപ്പിൻ്റെ ഭാഗം ഒരു ബായി ഒക്കെ ഉണ്ട് കേട്ടാ. അപ്പം എല്ലാവരോടും വിജയദശമി ആശംസകൾ.